ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തലയ്ക്കൊപ്പം ഒരുപാട് നാൾ പ്രവർത്തിച്ചിട്ടുണ്ട്. അദ്ദേഹത്തിനോടൊപ്പമുള്ള രാഷ്ട്രീയ ജീവിതത്തിലെ ഓർമ്മകൾ. കഴിഞ്ഞ 40-45 വർഷത്തിനിടയിൽ ഒരിക്കലും പിണങ്ങിയിട്ടില്ല ഞങ്ങൾ തമ്മിൽ. ഇന്ന് വന്നിരിക്കുന്ന കോൺഗ്രസിൻ്റെ ഇന്നത്തെ ലീഡർഷിപ്പിൽ നല്ലൊരു പങ്കും ഞങ്ങളുടെയൊക്കെ ഒരു കാലഘട്ടത്തിൽ ഞങ്ങളുടെയൊക്കെ താഴെയായിട്ടും ഇപ്പോൾ വന്നിട്ടുള്ളവരാണ്. ഒരുപാട് ചരിത്രമുള്ള ആളാണ്, ഹിസ്റ്ററി ഉള്ള ആളാണ്. പക്ഷെ ഒരിക്കലും അദ്ദേഹം താഴോട്ട് പോയിട്ടില്ല. കേരളത്തിൽ ഒരു നേതാവിനും ഇതുപോലെ കേരളത്തിലെ ജനങ്ങളെ നേരിട്ടറിയാവുന്ന, പാർട്ടി പ്രവർത്തകരെ അറിയാവുന്നതാണ്. നമുക്ക് കിട്ടുന്ന കാര്യങ്ങൾ നമ്മൾ ഏൽപ്പിക്കുന്ന ചുമതല ഭംഗിയായി നിർവഹിക്കുന്നുണ്ടെന്ന് ആളുകൾ നോക്കുന്നത്. അല്ലാതെ ഇന്ന സ്ഥാനത്തിരുന്നേ നമുക്ക് ജോലി ചെയ്യാൻ പറ്റുള്ളൂ എന്നില്ല. എനിക്ക് പ്രൈസ് ചെയ്യാൻ അറിയത്തില്ല. ഞാനങ്ങനെ ആരെയും പൊക്കി പറയുന്ന പരിപാടി എനിക്കില്ല. രാഷ്ട്രീയത്തിൽ പല ആളുകളും ഈ മുഖസ്തുതി ഇഷ്ടപ്പെടുന്നവരാണ്. അപ്പം എനിക്കും അതെ. ചെന്നിത്തലയുമായി പിണങ്ങിയിട്ടില്ല എന്ന് പറഞ്ഞു. പക്ഷെ ഏറ്റവും വലിയ അഭിപ്രായ വ്യത്യാസം എന്തായിരുന്നു അദ്ദേഹവുമായിട്ട്? നമ്മുടെ ഇപ്പോഴത്തെ ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തലയ്ക്കൊപ്പം ഒരുപാട് നാൾ പ്രവർത്തിച്ചിട്ടുണ്ട്. അടുത്ത സുഹൃത്ത് തന്നെയാണ്. അദ്ദേഹത്തിനോടൊപ്പമുള്ള രാഷ്ട്രീയ ജീവിതത്തിലെ ഓർമ്മകൾ പങ്കുവയ്ക്കാമോ? അത് തുടക്കം എന്ന് വെച്ചാൽ ഞാൻ കോട്ടയം ജില്ല KSUവിൻ്റെ ഭാരവാഹിയായിരിക്കുമ്പോൾ രമേശ് ചെന്നിത്തല ആലപ്പുഴ ജില്ലയിലെ KSUവിൻ്റെ ഭാരവാഹിയാണ്. പിന്നീട് അദ്ദേഹം കോട്ടയം ജില്ലയിലെ ചങ്ങനാശ്ശേരി NSS കോളേജിൽ വന്നു. അവിടെ ചെയർമാനായി. അപ്പം ഞങ്ങൾ കോട്ടയം ജില്ലയുടെ ഭാഗമായി. അന്ന് മുതൽ എനിക്ക് രമേശ് ചെന്നിത്തലയായിട്ട് ബന്ധവും പരിചയമുണ്ട്. പിന്നീട് തിരുവനന്തപുരത്ത് ലോ കോളേജിൽ, ഞാൻ അക്കാഡമിയിലാണ് പഠിക്കുന്നത്, പുള്ളി ലോ കോളേജിലാണ് പഠിക്കുന്നത്. പക്ഷേ എൻ്റെ സുഹൃത്തുക്കൾ പലതും ലോ കോളേജിലുണ്ടായിരുന്നുകൊണ്ട് ലോ കോളേജിലെ ഹോസ്റ്റലിലാണ് മിക്കവാറും എൻ്റെ അന്ത്യവർക്കമൊക്കെ. അപ്പോൾ രമേശ് ചെന്നിത്തല എവിടെയുണ്ട്. അപ്പോൾ അന്നൊക്കെ പിന്നെ ഞങ്ങൾക്ക് പഴയ ബന്ധങ്ങളുള്ളതുകൊണ്ട് ഞങ്ങൾ ആ ബന്ധം കുറേ കൂടി ഊഷ്മളമാക്കി. അന്ന് മുതലേ വളരെ അടുത്ത ഹൃദയബന്ധമുണ്ട്. പിന്നീട് അങ്ങനെ വന്ന് രമേശ് ചെന്നിത്തല KSUവിൻ്റെ പ്രസിഡൻ്റാകുന്നു, ഞാൻ സെക്രട്ടറി ആകുന്നു. ഒക്കെ ഞങ്ങളിങ്ങനെ ഒന്നിച്ചുള്ള ഒരു യാത്രയായിരുന്നു കേരളത്തിലെ കോൺഗ്രസ് രാഷ്ട്രീയത്തിൽ. യൂത്ത് കോൺഗ്രസ്സിലാണെങ്കിലും കോൺഗ്രസ്സിലാണെങ്കിലും അദ്ദേഹം പ്രസിഡൻ്റാകുമ്പോൾ ഞാൻ സെക്രട്ടറി ആയിരിക്കും. അങ്ങനെ ഒന്നിച്ചുള്ളൊരു യാത്രയാണ്. കഴിഞ്ഞ 40-45 വർഷത്തിനിടയിൽ ഒരിക്കലും പിണങ്ങിയിട്ടില്ല ഞങ്ങൾ തമ്മിൽ. ഒരിക്കലും ഇല്ല. ഞങ്ങളങ്ങനെ അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ പലപ്പോഴും പറയാറുണ്ട്. പക്ഷേ ഒരിക്കലും ഞങ്ങൾ പിണങ്ങിയിട്ടൊന്നുമില്ല. ഞാനങ്ങനെ ഒരാളോട് അങ്ങനെ ചുമ്മാ പിണങ്ങത്തുമില്ല. എനിക്ക് അങ്ങനെ വെറുതെ പിണങ്ങുന്ന സ്വഭാവമില്ല താനും. ഇന്ന് വന്നിരിക്കുന്ന കോൺഗ്രസിൻ്റെ ഇന്നത്തെ ലീഡർഷിപ്പിൽ നല്ലൊരു പങ്കും, പ്രത്യേകിച്ച് വിഭാഗത്തിൽ കൂടെ വന്നിരിക്കുന്ന നല്ലൊരു പങ്കും ഞങ്ങളുടെയൊക്കെ ഒരു കാലഘട്ടത്തിൽ ഞങ്ങളുടെയൊക്കെ താഴെയായിട്ടും ഇപ്പോൾ വന്നിട്ടുള്ളവരാണ്. മിക്കവാറും ഇന്നത് കാണുന്ന തലപ്പത്ത് നിൽക്കുന്ന, മുകളിൽ നിൽക്കുന്ന എല്ലാ ലീഡേഴ്സും ഇവരുടെയൊക്കെ ഞങ്ങളുടെയൊക്കെ ഒരു കാലഘട്ടത്തിൽ ഞങ്ങളുടെ കൂടെ വന്നിട്ടുള്ള ആളുകളാണ് പലരൊക്കെ. എപ്പോഴും രമേശ് ചെന്നിത്തലയൊക്കെ എപ്പോഴും സ്റ്റഡി ആയിട്ട് നിൽക്കുന്നുണ്ട് അദ്ദേഹം രാഷ്ട്രീയത്തിൽ. എപ്പോഴും ഒരിക്കലും താഴോട്ട് പോയിട്ടില്ല. അദ്ദേഹം മുഖ്യമന്ത്രിയാകാൻ മാത്രം പറ്റിയിട്ടില്ല എന്നുള്ളത് ഒഴിച്ച് കേരളത്തിലെയും ഇന്ത്യയിലെയും കോൺഗ്രസ് പാർട്ടിയുടെ NSUIയുടെ ദേശീയ പ്രസിഡൻ്റായിരുന്നു, യൂത്ത് കോൺഗ്രസിൻ്റെ ഓൾ ഇന്ത്യ പ്രസിഡൻ്റായിരുന്നു, അതുപോലെ AICCയുടെ സെക്രട്ടറി ആയിരുന്നു, വർക്കിംഗ് കമ്മിറ്റിയിലുണ്ടായിരുന്നു. അങ്ങനെ ദേശീയ അടിസ്ഥാനത്തിൽ ഇന്ത്യയിലെ ഒരുപാട് സംസ്ഥാനങ്ങൾ ചുമതല വഹിച്ചിട്ടുള്ള ആളാണ്. കേരളത്തിലും അദ്ദേഹം ഈ പറഞ്ഞതുപോലെ പിന്നെ KPCCയുടെ KSUവിൻ്റെ പ്രസിഡൻ്റായിരുന്നു, യൂത്ത് കോൺഗ്രസ് പ്രസിഡൻ്റായിരുന്നു, KPCCയുടെ പ്രസിഡൻ്റായിരുന്നു. എത്രയോ വകുപ്പുകളും കാര്യങ്ങളും, എത്രയോ പിന്നെ മന്ത്രിസഭയിലെ 28ാമത്തെ വയസ്സിൽ അദ്ദേഹം മന്ത്രിയായ ആളാണ്. അപ്പം അങ്ങനെ ഒരുപാട് ചരിത്രമുള്ള ആളാണ്, ഹിസ്റ്ററി ഉള്ള ആളാണ്. പക്ഷെ ഒരിക്കലും അദ്ദേഹം താഴോട്ട് പോയിട്ടില്ല. സ്റ്റഡി ആയിട്ട് നിൽക്കുന്നത്. അതെന്ന് വെച്ചാൽ കഠിനാധ്വാനമാണ് അയാൾ. അതിന് ഞാൻ രമേശ് ചെന്നിത്തല സമ്മതിച്ചിരിക്കുന്നത്. കഠിനാധ്വാനം, ഹാർഡ് വർക്കാണ്. അത് ത്രൂ ഔട്ടാണ്. അത് കേരളം മുഴുവൻ സഞ്ചരിക്കും. വളരെ ഹാർഡ് വർക്കിങ്. മാത്രമല്ല ഇതുപോലെ ആളുകളെ അറിയാവുന്ന, കേരളത്തിൽ ഒരു നേതാവിനും ഇതുപോലെ കേരളത്തിലെ ജനങ്ങളെ നേരിട്ടറിയാവുന്ന, പാർട്ടി പ്രവർത്തകരെ അറിയാവുന്ന ആളില്ല. എല്ലാവരും മിക്കവാറും ഒക്കെ എവിടെ ചെന്നാലും, ഏത് ഗ്രാമത്തിൽ ചെന്നാലും 10 പേരെ പേരെടുത്ത് വിളിക്കാനും സ്നേഹം പ്രകടിപ്പിക്കാനും ആർക്കും എപ്പോൾ വളരെ അപ്രോച്ച് ചെയ്യുക. അതാണ് പുള്ളിയുടെ ഏറ്റവും വലിയ നേട്ടം. മുഖം ഒരിക്കലും കറക്കത്തില്ല. ഒരിക്കലും ഒരു ഗൗരവമോ ഒരിക്കലും ഉണ്ടായില്ല. ആർക്കും എന്തും പോയി പറയാം. ഇതൊക്കെയാണ് രമേശ് ചെന്നിത്തലയെ നിലനിർത്തിയിരിക്കുന്ന ഘടകങ്ങൾ. അതെ. അപ്പോൾ ഒരുമിച്ചുള്ള ഓർമ്മകൾ ഒരുപാടല്ലേ ഉള്ളത്. പിന്നെ എൻ്റെ അകത്ത് രമേശ് ചെന്നിത്തലയുടെ എൻ്റെ ഓർമ്മകൾ നല്ലൊരു പങ്ക് രമേശ് ചെന്നിത്തലയായിട്ട് ചേർന്നുള്ള ഓർമ്മകളാണ്. അപ്പോൾ പ്രത്യേകിച്ച് ഇപ്പോൾ ഞാൻ ലോ കോളേജിലൊക്കെ ഞാൻ ഓർക്കുന്നുണ്ട്. ഇങ്ങനെ ലോ കോളേജിൽ പഠിക്കുന്ന കാലത്ത് ഞങ്ങൾ ഏറ്റവും രസകരമായ ഓർമ്മ എന്ന് പറഞ്ഞാൽ, ഇന്നും രമേശ് ചെന്നിത്തല അത് ഓർക്കുന്നുണ്ടോയെന്ന് എനിക്കറിയത്തില്ല. പിന്നെ ഈ ജ്യോതിഷത്തിലൊന്നും എനിക്ക് വിശ്വാസമുള്ളതൊന്നുമല്ല. ഞാനങ്ങനെ ആരുടെ അടുത്ത് കൈ കാണിക്കുകയോ ജ്യോതിഷം നോക്കുകയോ ഒന്നും ചെയ്യുന്ന ആളല്ല. അപ്പോൾ ഞാനത് പറഞ്ഞത് എൻ്റെ മനസ്സിലിങ്ങനെയാണ്. ഇപ്പോൾ ഒരു ജ്യോതിഷൻ ഞങ്ങളിരിക്കുമ്പോൾ ലോ കോളേജ് ഹോസ്റ്റലിൽ കൂടെ വന്നു. അപ്പോൾ ചുമ്മാ രമേശിനെ കേൾക്കും. പുള്ളി പറയാം, പരിവർത്തന യോഗമുണ്ട്, വലിയ സ്ഥാനങ്ങളിലേക്ക് എത്തും,
ആ, എന്നൊക്കെ പറഞ്ഞുകൊണ്ട് രമേശിനോട് പറഞ്ഞൊരു കാര്യങ്ങളുണ്ട്. അപ്പം ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഞാനത് അടുത്ത് നിന്ന് കാണുമ്പോൾ രമേശിനുള്ള എപ്പോഴും അത് സംഭവിക്കുന്നുണ്ട്. ഓ, എത്ര പെട്ടെന്ന് താഴോട്ട് പോയാലും പെട്ടെന്ന് വീണ്ടും ഉയർന്ന് മുന്നോട്ട് വരും. ആ, താഴോട്ട് എത്ര താഴോട്ട് ചിലപ്പോൾ ഇടയ്ക്കൊക്കെ വീഴ്ചകൾ സംഭവിക്കും. വീഴ്ചകൾ വന്നാൽ പിന്നെ കഠിനാധ്വാനമുണ്ട്, അതിനെയൊക്കെ കവർ ചെയ്ത് പിന്നെ മുന്നോട്ട് വരും. ഉം. അപ്പോൾ ഇങ്ങനെ ഞാൻ പറഞ്ഞില്ല. അപ്പോൾ ഇങ്ങനെ ഞങ്ങളിത് ഇടയ്ക്കിടയ്ക്ക് പറയും പരിവർത്തന യോഗം ഉണ്ടെന്ന് പറയും തമാശനെ. അതുകൊണ്ടൊന്നും പേടിക്കണ്ട. അപ്പോൾ ആ ഒരു ഓർമ്മയാണ്. അപ്പം അതുപോലെ ഇങ്ങനെ ഞാൻ പറയില്ല, രമേശിൻ്റെ ഒരു പ്രത്യേകത അത് പിന്നെ ഒന്നിലും പിന്നെ അസ്വസ്ഥനായി മാറി നിൽക്കുകയില്ല. ഒരു ക്ഷീണം വന്ന് പെട്ടെന്ന് മുഖത്തൊക്കെ അത് പെട്ടെന്ന് പ്രകടമൊക്കെ ആവും. ആയിക്കഴിഞ്ഞാലും 24 മണിക്കൂർ കൊണ്ട് അത് റിക്കവർ ചെയ്യും. അത് അതെ, നമ്മൾ വിചാരിക്കും ചെന്നിത്തല വീണു എന്ന് വിചാരിക്കുമ്പോ ഇല്ല. അവിടെ നിന്ന് പുള്ളി കയറി വരും. 4 കാലം വീഴും അപ്പം തന്നെ. അതൊന്നും ഒരു കാരണവശാലും ഒന്നും ഇല്ലായ്മ ചെയ്യാനൊന്നും പറ്റത്തില്ല. അത് കഠിനാധ്വാനം ഉള്ളത് കൊണ്ട് തന്നെ. അധ്വാനിക്കാതെ വീട്ടിലിരുന്നാൽ നമ്മൾ പോവും, തീർന്നു പോവും. അതെ. പക്ഷെ ഒന്നും പുള്ളിയെ മാനസികമായിട്ട് തളർത്താൻ പറ്റിയല്ല. ഉം. പെട്ടെന്ന് തളരുന്ന പോലെയൊക്കെ തോന്നിയാൽ പോലും അതിനെയൊക്കെ 2 ദിവസം കൊണ്ട് അതിജീവിക്കും പുള്ളി. അടുത്ത ലക്ഷ്യത്തിലേക്ക് പോകും. അത് പുള്ളിയുടെ ഒരു പ്രത്യേകതയാണ്. എനിക്ക് തോന്നുന്നു ഈ മുഖ്യമന്ത്രി സ്ഥാനത്തിനായിട്ടുള്ള പ്രശ്നങ്ങൾ നടന്നു കഴിഞ്ഞപ്പോൾ അതൊക്കെ 24 മണിക്കൂർ കൊണ്ട് ഞങ്ങളൊക്കെ ഒന്നിച്ചിരുന്ന് സംസാരിക്കരുത്. 24 മണിക്കൂർ കൊണ്ട് അതിൻ്റെ ഒരു യാഥാർത്ഥ്യ ബോധത്തിലേക്ക് വന്ന ഒരാളാണ് പുള്ളി. 24 മണിക്കൂർ കൊണ്ട്. അല്ലാണ്ട് അവിടെ വെച്ച് പിണങ്ങിപ്പോയി കോൺഗ്രസിൻ്റെ അകത്ത് അജിറ്റേഷൻ ഉണ്ടാക്കാനോ കലാപം ഉണ്ടാക്കാനോ. ഇപ്പോൾ രമേശ് ചെന്നിത്തലയും കൂടി ഇറങ്ങി നിന്ന് തിരിച്ചു വർത്തമാനം പറയാൻ പോയിരുന്നത് അത് കുറച്ചുകൂടെ അലമ്പായി പോയേനെ. ഒക്കെ എപ്പോഴും അത് വളരെ സമചിത്തതയോടെ ആ രംഗത്തെ കൈകാര്യം ചെയ്തു എന്നുള്ളതാണ്. അതെ, അന്ന് അദ്ദേഹം വീണു എന്ന് തോന്നിയിടത്ത് നിന്ന് ഒരു മികച്ച ആഭ്യന്തരമന്ത്രി എന്നുള്ള നിലയിലേക്ക് വരണമെങ്കിൽ നമുക്ക് ഇന്ന വകുപ്പ് എന്നുള്ളതല്ല, ഞാനത് എപ്പോഴും പറയാറുള്ളതാണ്. നമുക്ക് കിട്ടുന്ന കാര്യങ്ങൾ നമ്മൾ ഏൽപ്പിക്കുന്ന ചുമതല ഭംഗിയായി നിർവഹിക്കുന്നുണ്ടെന്ന ആളുകൾ നോക്കുന്നത്. അതെ, അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അല്ലാതെ ഇന്ന സ്ഥാനത്തിരുന്നേ നമുക്ക് ജോലി ചെയ്യാൻ പറ്റുള്ളൂ എന്നില്ല. നമ്മളെ ഏൽപ്പിക്കുന്ന ജോലി നമ്മൾ ഭംഗിയായി ചെയ്യുക, ആളുകൾ പ്രതീക്ഷിക്കുന്നതിനപ്പുറത്തേക്ക് കാര്യങ്ങൾ കൊണ്ടുപോകുക. അതാണ് നമ്മളെ വലിയതാക്കുന്നത്, മഹാന്മാരാക്കുന്നത്. അല്ലാതെ ഇന്ന സ്ഥാനം കിട്ടിയാൽ നമുക്കിത് ചെയ്യാൻ പറ്റുള്ളൂ എന്നുള്ള ചിന്ത വേണ്ട കാര്യമില്ല. അതെപ്പോഴും നമുക്കൊക്കെ അത് ബാധകമായിട്ടുള്ള കാര്യമാണ്. അതെ. ചെന്നിത്തലയുമായി പിണങ്ങിയിട്ടില്ല എന്ന് പറഞ്ഞു, പക്ഷെ ഏറ്റവും വലിയ അഭിപ്രായ വ്യത്യാസം എന്തായിരുന്നു അദ്ദേഹവുമായിട്ട്? അതൊക്കെ ഒരുപാട് കാര്യങ്ങളുണ്ട്. അതൊന്നും നമുക്ക് പുറത്ത് പറയാൻ അങ്ങനെയൊന്നും ഇപ്പം നമ്മളങ്ങനെ ഡിസ്കസ് ചെയ്യാൻ പല കാര്യങ്ങളിലും എനിക്ക് ഇപ്പം ഇടയ്ക്കിടയ്ക്ക് രമേശ് എന്നോട് പറയും എൻ്റെ ഏറ്റവും വലിയ വിമർശകനായി വരുന്നതെന്ന്. അപ്പം പുള്ളി സംസാരിക്കുന്നിടത്ത് പുള്ളിയുടെ പ്രവൃത്തിയിൽ എന്തെങ്കിലും ദോഷം സംഭവിച്ചാൽ ഞാൻ ഒറ്റയ്ക്ക് അത് വളരെ മോശമായി പോയി അല്ലെങ്കിൽ അത് ശരിയായില്ല എന്ന് പറയാനുള്ള സ്വാതന്ത്ര്യം എനിക്കുണ്ട്. അപ്പോൾ ഞാനത് പറയും വളരെ. അപ്പം മിക്കവാറും പുള്ളി നല്ലതാ ചെയ്തതെന്നുള്ള ചിന്തയിലിരിക്കുമ്പോൾ ഞാൻ വന്ന് നേരെ തിരിച്ചു പറയും അത് ശരിയായില്ലെന്ന് പറയും. അപ്പം പുള്ളി ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ വേറെ അടുത്ത സുഹൃത്തുക്കൾ ഇത് എൻ്റെ ഏറ്റവും വലിയ വിമർശകനായിരിക്കുന്നതെന്ന് പറയും, തമാശയായിട്ട് പറയേ. അതെ, ഞാനെപ്പോഴും ഒരു വിമർശന ബുദ്ധിയെ മാത്രം കാണുന്ന ആളല്ല. എനിക്ക് പ്രൈസ് ചെയ്യാൻ അറിയത്തില്ല. ഞാനങ്ങനെ ആരെയും പൊക്കിപ്പറയുന്ന പരിപാടി എനിക്കില്ല. ഞാനിങ്ങനെ അയ്യോ ഇത് മഹാ സംഭവമായിരുന്നു കേട്ടോ, നിങ്ങൾ ആരാ ഇത് മഹാനല്ലേ എന്നൊന്നും ഞാൻ ഒരാളോടും പറയത്തില്ല. എൻ്റെ പ്രസംഗത്തിലാണെങ്കിലും ഒരിക്കലും ഞാൻ പരിധി വിട്ട് ഒരാളെ, ചില ആളുകൾ ഒരുപാട് നന്മ ചെയ്യുമ്പം അയാളെക്കുറിച്ച് നല്ല വാക്ക് പറയേണ്ടി വരും, പറയണം, പറഞ്ഞില്ലെങ്കിൽ അത് ശരിയല്ല. അപ്പം അങ്ങനെ പറയും എന്നുള്ളതല്ലാതെ ഒരാളെ ഞാൻ അനാവശ്യമായി പുകഴ്ത്താറില്ല. അതെൻ്റെ ഒരു രീതി അതാണ്. അപ്പോൾ അതിൻ്റെ പേരിൽ പിന്നെ പല ആളുകൾക്ക് കൂടുതൽ ഇഷ്ടം ഉണ്ടാകാനും സാധ്യത. കാരണം പല ആളുകളും ഈ പിന്നെ മുഖസ്തുതി ഒരുപാട് പേർക്ക് ഇഷ്ടമാണ്. നമ്മളെന്ത് പറഞ്ഞാലും ഇപ്പം എനിക്കും അതെ. ഇപ്പം എൻ്റെ അടുത്ത് പറയുന്നത് വെച്ചാൽ നീ എനിക്ക് വളരെ മോശമായിട്ട് എന്നെ നീ എന്തോടെ കാണിക്കുന്നു മറ്റേതാണ് മറിച്ച് എന്നൊക്കെ പറഞ്ഞ് എന്നെക്കുറിച്ച് പറഞ്ഞാൽ എനിക്കിഷ്ടമല്ല. അയ്യോ നിങ്ങളെന്താ ചെയ്തത് എന്നൊക്കെ പറഞ്ഞാൽ അടിപൊളിയായിരുന്നു. ഞാൻ കാര്യം മോശമാണ് ചെയ്തെങ്കിൽ അടിപൊളിയാന്ന് ചില ആളുകൾ വന്നിട്ട്, ചില കള്ളന്മാരാ വന്നിരുന്ന് പറയുന്നത്. വലിയ അഭ്യാസികൾ നമ്മളെ കൊണ്ട് കാര്യം നേടേണ്ടവർ വന്നിട്ട് നമ്മളെ അങ്ങ് പ്രൈസ് ചെയ്യും. നമ്മൾ ചിലപ്പോൾ പിന്നെ വരുമ്പോഴേ നമുക്കറിയാം കുഴപ്പക്കാരനെന്ന് അറിഞ്ഞാലും കുറേ നേരം വന്നിരുന്ന് പറയുമ്പോൾ നമ്മൾ അറിയാണ്ട് നമുക്ക് വീണു പോകും. അവൻ്റെ ചിലരുടെ മിടുക്ക എന്ന് പറഞ്ഞ പോലെ രാഷ്ട്രീയത്തിൽ പല ആളുകളും ഈ മുഖസ്തുതി ഇഷ്ടപ്പെടുന്നവരാണ് പല ആളുകളും. അത് അങ്ങനെ എക്സംഷൻ വളരെ ചുരുക്കം. പക്ഷെ അത് പറഞ്ഞാണ് പല ആളുകളും പലയിടത്തും കയറിപ്പറ്റുന്നത്. അത് പറയാൻ ശീലമില്ലാത്ത നമുക്കൊക്കെ പലപ്പോഴും ഇതിൻ്റെ ഗുണം കിട്ടാതെ വരുന്നുണ്ട്. അത് സത്യമാണ്. തീർച്ചയായിട്ടും. ചെന്നിത്തലയെ ആദ്യം കണ്ട ഓർമ്മയുണ്ടോ? ആദ്യം കണ്ട സംഭവം ഓർക്കുന്നുണ്ടോ? കണ്ടത് ഞാൻ പറയുന്നത് പുള്ളി ചങ്ങനാശ്ശേരി NSS കോളേജിലെ ചെയർമാനായിരിക്കുന്ന കാലത്താണ്. ഞാൻ കോട്ടയം ജില്ലാ KSUവിൻ്റെ ഭാരവാഹിയാണ്. അപ്പം ഞങ്ങൾ കോട്ടയം ജില്ലാ കമ്മിറ്റിയിലെ ചങ്ങനാശ്ശേരി കോളേജിൽ നിന്നൊക്കെ ചിലപ്പോൾ നമ്മൾ ഇവരെയൊക്കെ കൊണ്ട് വിളിക്കും. അപ്പം അങ്ങനെ പുള്ളി അവിടെ വരും. കൊച്ചി ചെറുക്കനാണ്, അന്നിങ്ങനെ വരുമായിരുന്നു. അപ്പോൾ അന്നങ്ങനെ ഞങ്ങൾ സംസാരിക്കും, പരിചയപ്പെടും, ബന്ധപ്പെടും. അന്ന് പുള്ളി ആലപ്പുഴ ജില്ലയിലെ ഭാരവാഹി. പക്ഷേ ഇവിടെ ചങ്ങനാശ്ശേരി NSS പഠിക്കുന്നതുകൊണ്ട് ഞങ്ങളൊരു ഭാഗം കൂടെ ആയിട്ട് വരുമായിരുന്നു.
അന്ന് മുതൽ നമുക്ക് പരിചയമുണ്ട്. പിന്നെ നല്ല പിന്നെ ഞങ്ങൾ പാർട്ടി പിന്നെ പിളർന്നു. പിന്നെ KSUവിൻ്റെ അകത്ത് വന്നു, ഒന്നിച്ച് നിന്നു. നമ്മുടെ ലോ കോളേജ് ഹോസ്റ്റലിലൊക്കെ വന്ന് പിന്നെ കമ്പനിയായി. പിന്നെ അന്ന് മുതൽ പിന്നെ ഫുൾ ടൈം കമ്പനിയായി. പിന്നെ ഒന്നിച്ച് തന്നെയായിരുന്നു ഒരു കാലഘട്ടം മുഴുവൻ. ഒന്നിച്ച് നടപ്പും യാത്രയും ഒക്കെ മിക്കവാറും ഒക്കെ.